ഹായ് ഹലോ. അപ്പോൾ ഇന്ന് 26-ാം തീയതി ഞാൻ കിടക്കപ്പായിൽ വെച്ചിട്ട് നമ്മുടെ കളക്ടറിൻ്റെ പേജ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വല്ല അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരൊക്കെ അവധിയാണ്. അപ്പോൾ ഇനി നേരം വൈകി കഴിഞ്ഞാൽ പിള്ളേർക്കുള്ള സ്നാക്സ് ലഞ്ചൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം എണീറ്റിട്ടുണ്ട്. പുറത്ത് നോക്കിയപ്പോൾ ചെറിയ വെളിച്ചമൊക്കെ ഉണ്ടെങ്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പതിവ് പോലെ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും വെയിറ്റ് നോക്കും, അതിലൊരു മാറ്റവും. അങ്ങനെ പിള്ളേർക്ക് റവ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് റവയും ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ട് വേഗം ചെടുപടയുന്നൊരു ദോശ റെഡിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിങ്ങനെ പുറത്തേക്ക് നോക്കുവാണ് മഴ മാറിയിട്ടുണ്ടോ എന്താണ് അവസ്ഥ. അപ്പോൾ അതില്ലെങ്കിൽ ഞാൻ ചിയാ സീഡിൻ്റെ കുറച്ച് വെള്ളം കുടിച്ചായിരുന്നേ. അങ്ങനെ പിള്ളേരൊക്കെ വേഗം ഡ്രസ്സ് മാറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോറിക്ഷ വരാൻ നേരെ ഞങ്ങളെല്ലാവരും പുറത്തിരിക്കുകയാണ്. മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് തന്നെ ഇരിക്കുക. അമ്മശ്ശേരി അവിടെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേർ പോകുന്ന ആ ഒരു സമയത്ത് മാത്രം കുറച്ച് നിർത്തിയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പുറത്ത് നല്ല വെയിലൊക്കെ പോലെ തോന്നും, പക്ഷെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പണികളൊക്കെ വേഗം തീർത്ത് കഴിഞ്ഞ് നമുക്ക് റിലാക്സ് ചെയ്ത് എവിടെയെങ്കിലും ഇരിക്കാമല്ലോ. എന്നാലും എൻ്റെ ചിന്ത അതേ മുകളിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. പുറത്ത് നമ്മുടെ ആസ്ബറ്റോസിൽ നിറച്ചിങ്ങനെ വെള്ളം വീണ് ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിള്ളേർക്ക് അവധി കൊടുക്കാമായിരുന്നു എനിക്കൊരു ചിന്തയുണ്ട്. വെറുതെ തണുത്ത് മഴ പെയ്ത് മഴയും കൊണ്ട് കൊതുകും കടിച്ച് നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് പോയിരുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അത് ശാലുവാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ട്രെഡ്മില്ല് എല്ലാ ദിവസവും കുറച്ച് സമയം അപ്പോൾ അത് റീൽസൊക്കെ കണ്ട് കുറച്ച് നേരം നടക്കും. അത് കഴിഞ്ഞ് ധാരാളം തുണികൾ മടക്കി വയ്ക്കാനുണ്ട്. പക്ഷേ എനിക്ക് അങ്കമാലി പോകണമായിരുന്നു. അപ്പോൾ അങ്കമാലിയിൽ പോയി തിരിച്ചു വന്നിട്ട് പിള്ളേർക്ക് ഞാൻ ഇന്ന് പുലാവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.